PSC കരിയേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2026 ജൂൺ 20 മുതൽ 28 തീയതി വരെ നടന്ന പ്രധാന കറണ്ട് അഫയർ ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഷിഗല്ല ബാക്ടീരിയ മൂലം മനുഷ്യ ശരീരത്തിലെ പ്രധാനമായും ഏത് അവയവത്തെയാണ് ഗുരുതരമായ അണുബാധ ബാധിക്കുന്നത്? ഷിഗല്ല ബാക്ടീരിയ മൂലം ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് അത് ബാധിക്കുന്നത്? എവിടെയാണ്? കുടലിനെയാണ് അല്ലേ? കുടലിനെയാണ് ഷിഗല്ല ബാക്ടീരിയ ബാധിക്കുന്നത്. കേരളത്തിൽ 51ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? കേരളത്തിൻ്റെ 51ാമത്തെ ചീഫ് സെക്രട്ടറിയായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ബിശ്വനാഥ് സിൻഹ. ബിശ്വനാഥ് സിൻഹ. എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ്? 51ാമത് കേരള ചീഫ് സെക്രട്ടറി ആരാണ്? ബിശ്വനാഥ് സിൻഹയാണ്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 70ാമതാണ്. 70ാമത്തേതാണ്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകാം. ലഹരി മരുന്ന് മാഫിയകൾക്കെതിരെയും മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയും കേരള ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള പ്രത്യേക പരിശോധന ക്യാമ്പയിൻ്റെ പേരെന്താണ്? ലഹരി മരുന്ന് മാഫിയക്കെതിരെയും മയക്കുമരുന്ന് വ്യാപനത്തിനുമെതിരെ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള പരിശോധന ക്യാമ്പയിൻ ഏതാണ്? ഓപ്പറേഷൻ തൂഫാനാണ് അല്ലേ? നമ്മൾ TV-യിലൊക്കെ അത് കാണുന്നുണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാനാണ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? വിവേക് അഗർവാൾ ആണ് അല്ലേ? എന്താ ഇനി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്? അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീകരവാദത്തിന് ധനസഹായം നൽകുന്നതിനെ തടയുന്നതിനായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഇത് പാരീസിലാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? അതിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? വിവേക് അഗർവാൾ ആണ്. വിവേക് അഗർവാൾ ആണ്. ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റുകളിൽ ഗോൾ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ താരം ആരാണ്? ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റുകളിൽ ഗോൾ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ താരം ആരാണ്? അത് റൊണാൾഡോ ആണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. നെക്സ്റ്റ്, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഏത് ദൂരദർശിനിയാണ് ക്ഷീരപഥത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഏറ്റവും വിശദവും വിപുലവുമായ നക്ഷത്ര സാന്ദ്ര മേഖലയായുള്ള ബൾജിൻ്റെ ചിത്രം അടുത്തിടെ പകർത്തിയത്? എന്താണ് ക്വസ്റ്റ്യൻ? യൂറോപ്പിലെ ഒരു ബഹിരാകാശ ഏജൻസി ഉണ്ട്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ഷീരപഥത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള വിശദമായിട്ടുള്ള ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്. ബൾജിൻ്റെ ചിത്രം എടുത്തിട്ടുണ്ട്. ഏത് ദൂരദർശിനിയാണ് അത്? ഏതാണ്? യൂക്ലിഡ് ആണ് കേട്ടോ. യൂക്ലിഡ് എന്ന ദൂരദർശിനിയാണ്. ഓക്കെ, നെക്സ്റ്റ്, ബീഹാറിലെ ഏത് ജില്ലയിലെ പീഡിയ പെയിൻറ്റിങ്ങിനാണ് GI ടാഗ് അടുത്തിടെ ലഭിച്ചത്? ബീഹാറിലെ ഒരു ജില്ലയിൽ പീഡിയ പെയിൻറ്റിംഗ് ഉണ്ട്. അതിന് GI പദവി ലഭിച്ചിട്ടുണ്ട്. ഏതിനാണ്? ഭോജ്പൂരിലാണ് കേട്ടോ. ബീഹാറിലെ ഭോജ്പൂർ ജില്ലയിലെ പീഡിയ പെയിൻറ്റിങ്ങുകൾക്കാണ് GI ടാഗ് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ലോക അഭയാർത്ഥി ദിനം എന്നാണ്? ലോക അഭയാർത്ഥി ദിനം എന്നാണ് ലോക അഭയാർത്ഥി ദിനം? ജൂൺ 20 അല്ലേ? എപ്പോഴാണ്? ജൂൺ 20 ലോക അഭയാർത്ഥി ദിനം. അപ്പോൾ പീഡിയ പെയിൻറ്റിംഗ് എവിടെയാണ്? ഭോജ്പൂരിലാണ്. ഭോജ്പൂർ ബീഹാറിലാണ്. GI പദവികൾ ചോദിക്കാറുണ്ട്. GI ടാഗുകൾ ചോദിക്കാറുണ്ട്. ലോകത്തിലെ 20 മികച്ച കലാ സാംസ്കാരിക നഗരങ്ങളിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ നഗരം ഏതാണ്? ലോകത്തിലെ 20 മികച്ച കലാ സാംസ്കാരിക നഗരങ്ങളിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള നഗരം ഏതാണ്? ജയ്പൂരാണ് കേട്ടോ. ജയ്പൂരാണ്. മധ്യപ്രദേശിൽ നിന്ന് GI ടാഗ് ലഭിച്ച കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഒന്നായ ഏതാണ്? ഗൊറസാനി പുളി ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. മധ്യപ്രദേശിൽ നിന്ന് GI പദവി ലഭിച്ചിട്ടുള്ള പുളി ഉൽപ്പന്നമാണ് ഏതാണ്? ഗൊറസാനി പുളിയാണ് കേട്ടോ. GI പദവി ലഭിച്ച ഗൊറസാനി പുളി എവിടത്തെയാണ്? മധ്യപ്രദേശിലെയാണ്. നെക്സ്റ്റ്, 2026 കേരള ബജറ്റിൽ മലബാറിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ ആദ്യഘട്ടമായി എത്ര രൂപയാണ് വകയിരുത്തിയത്? എത്രയാണ്? 50 കോടി രൂപയാണ് കേട്ടോ. 2026-27 കേരള ബജറ്റ് നിങ്ങൾക്ക് വരുന്ന എക്സാമിനൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ബജറ്റ് മാത്രമല്ല 2026-27 ബജറ്റും ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളും പ്രധാന കറണ്ട് അഫയർ ചോദ്യങ്ങളുമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കുക. പുതിയ ബജറ്റ് പ്രകാരം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാനായിട്ട്
വകയിരുത്തുന്നത് എത്ര രൂപയാണ്? 50 കോടി രൂപയാണ്. ഓക്കെ. കുട്ടികളുടെ ശാരീരിക, മാനസിക, വൈകാരിക വളർച്ച ലക്ഷ്യമാക്കി പത്തനംതിട്ട ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആരംഭിച്ച പദ്ധതി ഏതാണ്? എന്താണ്? കുട്ടികളുടെ ശാരീരിക, മാനസിക, വൈകാരിക വളർച്ച ലക്ഷ്യമാക്കിയിട്ട് പത്തനംതിട്ടയിലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആരംഭിച്ച പദ്ധതി ഏതാണ്? വിത്ത് എന്നാണ്. എന്താണ്? വിത്ത് എന്നാണ് കേട്ടോ. വിത്ത് എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ലേൺ ടുഗദർ ഗ്രോ ടുഗദർ എന്നാണ് കേട്ടോ. വിത്ത് എന്താണ്? കുട്ടികളുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആരംഭിച്ച കുട്ടികളുടെ ശാരീരിക, മാനസിക, വൈകാരിക വളർച്ചയ്ക്കായിട്ടുള്ളതാണ് പദ്ധതിയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യത്തെ മലയാളി വംശജൻ ആരാണ്? അനിൽ മേനോൻ ആണ് കേട്ടോ. എന്താണ്? അനിൽ മേനോനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ മലയാളിയായിട്ടുള്ള വംശജൻ, അനിൽ മേനോൻ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തിറക്കിയ പുതിയ ആപ്പിന്റെ പേരെന്താണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ ആപ്പിന്റെ പേരെന്താണ്? അഭിജ്ഞാൻ ആപ്പാണ്. അഭിജ്ഞാൻ ആപ്പ് പുറത്തിറക്കിയത് ആരാണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഒരു കരാർ വന്നിട്ടുണ്ട്. സ്വതന്ത്ര വ്യാപാര കരാറാണ്. ഇന്ന് മുതൽ നിലവിൽ വരുന്നു. 2026 ജൂലൈ 15 മുതലാണ് കേട്ടോ. എന്താണ്? 2026 ജൂലൈ 15 മുതലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ആണ്. ജാർഖണ്ഡിലെ മുണ്ട ഗോത്രവർഗക്കാരുടെ പരമ്പരാഗത ആഭരണത്തിന് ലഭിച്ച ഭൂമിശാസ്ത്രപരമായ സൂചിക GI ടാഗിന്റെ പേരെന്താണ്? എന്താണ്? മുണ്ട ജ്വല്ലറി എന്നാണ് കേട്ടോ. ജാർഖണ്ഡിലെ മുണ്ട ഗോത്രവർഗക്കാരുടെ പരമ്പരാഗത ആഭരണത്തിന് ലഭിച്ചിട്ടുള്ള പദവി ഏതാണ്? GI ടാഗ് പേരാണ് മുണ്ട ജ്വല്ലറി എന്നത്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ ലയണൽ മെസ്സി പ്രതിമ 26 മീറ്റർ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മെസ്സിയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണ്? അർജന്റീനയിലാണ്. 2025 ഇന്ത്യൻ അത്ലറ്റിക്സ് അവാർഡിലെ മികച്ച പുരുഷ അത്ലറ്റിക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2025 ഇന്ത്യൻ അത്ലറ്റിക്സ് അവാർഡിലെ മികച്ച പുരുഷ അത്ലറ്റിക്സ് ആരായി തിരഞ്ഞെടുക്കപ്പെട്ടു? നീരജ് ചോപ്രയാണ് കേട്ടോ. ആരാണ്? നീരജ് ചോപ്രയാണ്. ലിംഗാധിഷ്ഠിത അതിക്രമണങ്ങൾ നേരിടുന്നവർക്ക് കൗൺസിലിംഗും പിന്തുണയും നൽകാനായിട്ട് നടപ്പിലാക്കുന്ന ബേസ്ഡ് വയലൻസ് മാനേജ്മെന്റ് സെന്ററുകളുടെ പേര് എന്താണ്? ഭൂമിക എന്നാണ്. ഭൂമിക എന്താണ്? ലൈംഗിക അധിഷ്ഠിത അതിക്രമണങ്ങൾ നേരിടുന്നവർക്കായിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ നൽകാനായിട്ടുള്ള ഒരു സെന്ററാണ് ഭൂമിക എന്നത്. പുതിയ പദ്ധതികൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ആലപ്പുഴയിലെ സ്ഥലം ഏതാണ്? കുട്ടനാടാണ് അല്ലേ. കുട്ടനാടാണ് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ച ആലപ്പുഴ പ്രദേശം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടാൻ പോകുന്നത്. ഓക്കെ. സെൻസസിന്റെ ആദ്യ ഘട്ടമായിട്ട് ജനങ്ങൾക്ക് സ്വന്തമായിട്ട് വിവരങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ നൽകിയ സംവിധാനത്തിന്റെ പേരെന്താണ്? സെൻസസിന്റെ ആദ്യഘട്ടമായിട്ട് ജനങ്ങൾക്ക് സ്വന്തമായിട്ട് വിവരങ്ങൾ ഓൺലൈനായിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്ന സംവിധാനത്തിന്റെ പേരെന്താണ്? സെൽഫ് എന്യൂമറേഷൻ ആണ് അല്ലേ. എന്താണ്? സെൽഫ് എന്യൂമറേഷൻ എന്നതാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ മന്ത്രിസഭ ശുപാർശ ചെയ്തത് ആരെയാണ്? കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനാകാൻ പോകുന്ന വ്യക്തി ആരാണ്? N ശേഷാദ്രിനാഥനാണ്. ആരാണ്? N ശേഷാദ്രിനാഥൻ. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2026 ഒന്നാം സ്ഥാനം നേടിയുള്ള രാജ്യം ഏതാണ്? വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2026 ഒന്നാം സ്ഥാനം എത്തിയിട്ടുള്ള രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. ഓക്കെ. കേരള സംസ്ഥാന ബജറ്റിൽ JC ഡാനിയൽ അന്താരാഷ്ട്ര ഫിലിം സിറ്റി സ്ഥാപിക്കാൻ തുക അനുവദിച്ചിട്ടുള്ള സ്ഥലം ഏതാണ്? കേരള സംസ്ഥാന ബജറ്റിൽ JC ഡാനിയൽ ഫിലിം സിറ്റി സ്ഥാപിക്കാൻ പോകുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഇതെല്ലാം നമ്മൾ PYQവിൽ PYQവിലല്ല, കറണ്ട് അഫെയർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബജറ്റിനെ കുറിച്ച് മുന്നേ ഡിസ്കസ് ചെയ്ത് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ് ആചരിക്കുന്നത്? ലോക ലഹരി വിരുദ്ധ ദിനം എന്നാണ്? ജൂൺ 26 അല്ലേ. ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ 26. IB ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? മഹേഷ് ദീക്ഷിത് ആരാണ്? മഹേഷ് ദീക്ഷിത് ആണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനാകുന്നത്. ലോകകപ്പ്
ഫുട്ബോൾ ചരിത്രത്തിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? എന്താണ് ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? മെസ്സിയാണ് അല്ലേ? ആരാണ്? ലയണൽ മെസ്സിയാണ്. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട രാഗി ഗർഹി എന്ന പുരാവസ്തു സ്ഥലം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഏത് സ്ഥലമാണ് രാഗി ഗർഹി അല്ലെ? ഏതുമായി ബന്ധപ്പെടുന്നു? സിന്ധു നദീതട സംസ്കാരവുമാണ്. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട രാഗി ഗർഹി എന്ന പുരാവസ്തു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സാത്വിക് ഇൻഡെക്സ് പുറത്തിറക്കിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സാത്വിക് ഇൻഡെക്സ് പുറത്തിറക്കിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? BSE സാത്വിക് 100 ആണല്ലേ. എന്താണ് ഈ BSE? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണല്ലേ. അപ്പൊ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സാത്വിക് ഇൻഡെക്സ് പുറത്തിറക്കിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏതാണ്? BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യക്കായി ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ നിർമ്മിക്കുന്ന കമ്പനി ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യക്കായിട്ട് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ നിർമ്മിക്കുന്ന കമ്പനി ഏതാണ്? ജിയോ പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ് ആണ്. എന്താണ്? ജിയോ പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ് ആണ് ഇന്ത്യക്കായിട്ട് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ നിർമ്മിക്കുന്ന കമ്പനി. അടുത്ത 3 വർഷത്തിനുള്ളിൽ എത്ര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ISROയ്ക്ക് നിർദ്ദേശം നൽകിയത്? എന്താണ്? 200 ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനായിട്ടാണ് അടുത്ത 3 വർഷത്തിനുള്ളിൽ കേന്ദ്ര ഗവൺമെന്റ് ISROയോട് പറഞ്ഞിരിക്കുന്നത്. എത്ര ഉപഗ്രഹമാണ്? 200 ഉപഗ്രഹങ്ങളാണ്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം BESS ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വ്യാപനമാക്കാൻ KSEBയോട് നിർദ്ദേശം നൽകിയ സ്ഥാപനം ഏതാണ്? ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വ്യാപകമാക്കാനായിട്ട് KSEBയോട് നിർദ്ദേശം നൽകിയ സ്ഥാപനം ഏതാണ്? സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷനാണ് അല്ലേ. ആരാണ്? സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷനാണ് അല്ലേ. ഈ BESS എന്ന് പറഞ്ഞ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നാണ്. ലളിതമായി പറഞ്ഞെന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് നമ്മുടെ സോളാർ പോലുള്ള ഉറവിടത്തിൽ നിന്നിട്ട് ലഭിക്കുന്ന അധികമായിട്ടുള്ള വൈദ്യുതി വലിയ ബാറ്ററിയിൽ ശേഖരിച്ച് വെച്ചിട്ട് രാത്രി അല്ലെങ്കിൽ നമുക്ക് വൈദ്യുതി വേണ്ട സമയത്ത് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് BESS എന്ന് പറയുന്നത്. 2026 നമ്മുടെ കറണ്ട് അഫയേഴ്സ് പ്രകാരം കേരളത്തിലെ BESS വ്യാപകമാക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആരാണ്? സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ്. അപ്പോൾ ബ്രഹ്മപുരത്തും ഇത്തരത്തിൽ ഒരു BESS പദ്ധതി നിലവിൽ വരുന്നുണ്ട്. ഇത് ഇന്നലെ ന്യൂസിലടക്കം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അന്താരാഷ്ട്ര യോഗ ദിനം 2026 നടന്നു അല്ലേ. ആ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്നാണ്. യോഗ ഫോർ ഹെൽത്തി ഏജിങ്. അപ്പോൾ പ്രമേയങ്ങളും തീംസ് ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊന്ന് നോക്കി വയ്ക്കണേ. GI ടാഗ് ലഭിച്ച ബീഹാറിലെ ഭോജ്പൂർ ജില്ലയിലെ പരമ്പരാഗത ചിത്രകല ഏതാണ്? പീഡിയ പെയിന്റിംഗ് ആണല്ലേ. നമ്മളിതിപ്പോൾ കഴിഞ്ഞല്ലേ. പീഡിയ പെയിന്റിംഗ് എവിടെയാണ്? ഭോജ്പൂർ. ഭോജ്പൂർ എവിടെയാണ്? ബീഹാറിലാണ് അല്ലേ. GI പദവി ലഭിച്ചത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് 2025 ഫിസിക്സ് വൂൾഫ് പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണ്? എന്താണ് ഈ വൂൾഫ് പുരസ്കാരം? ഫിസിക്സിലെ നല്ല സംഭാവനകൾ നൽകുന്നവർക്കുള്ള പുരസ്കാരമാണ് ഈ വൂൾഫ് പുരസ്കാരം. അപ്പോൾ 2025 ഫിസിക്സ് വൂൾഫ് പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണ്? ജിതേന്ദ്ര ജെയിൻ ആണ്. ജിതേന്ദ്ര ജെയിൻ ആണ് കേട്ടോ. ജിതേന്ദ്ര ജെയിൻ ആണ് 2025 ഫിസിക്സ് വൂൾഫ് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ. ഗ്രാൻഡ് ക്വസ്റ്റ് 2026 സൈനിക അഭ്യാസം നടക്കുന്ന രാജ്യം ഏതാണ്? ഈ അഭ്യാസങ്ങളുടെ വേദി ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ക്വസ്റ്റ് 2026 അഭ്യാസം നടക്കുന്നത് എവിടെയാണ്? മംഗോളിയ. എവിടെയാണ് ഗ്രാൻഡ് ക്വസ്റ്റിന് വേദിയാവുന്നത്? മംഗോളിയ. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഗോൾ കീപ്പർ ആരാണ്? ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഗോൾ കീപ്പർ ആരാണ്? മാനുവൽ നോയർ ആണ്. മാനുവൽ നോയർ ആണ്. കാപ്പി ഉൽപാദനത്തിൽ കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായിട്ട് കണ്ടെത്തിയ ചൂടിനെ അതിജീവിക്കാൻ ശേഷിയുള്ള പുതിയ കാപ്പി ഇനം ഏതാണ്? കാപ്പി ഉൽപാദനത്തിൽ കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾക്കെതിരെ ചൂടിനെ അതിജീവിക്കാൻ പറ്റുന്ന പുതിയ ഇനം കാപ്പി ഏതാണ്? സൈനോഫില്ലയാണ്. ഇന്ത്യയുടെ പുതിയ സോളിസിറ്റർ ജനറലായിട്ട് വീണ്ടും നിയമിക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യയുടെ പുതിയ സോളിസിറ്റർ ജനറലായിട്ട് വീണ്ടും നിയമിതനായ വ്യക്തി ആരാണ്?
തുഷാർ മേത്തയാണ്. അപ്പോൾ പുതിയ സോളിസിറ്റർ ജനറൽ ആരാണെന്ന് 2026 പുതിയ സോളിസിറ്റർ ജനറലായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് തുഷാർ മേത്ത തന്നെയാണ്. അതിൽ ഒരു ഡൗട്ടും വേണ്ട. ഇന്ത്യയിൽ ആദ്യത്തെ വാണിജ്യപരമായിട്ട് കൽക്കരി അമോണിയം നൈട്രേറ്റ് പ്രൊജക്റ്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാണിജ്യപരമായിട്ട് കൽക്കരി അമോണിയം നൈട്രേറ്റ് പ്രൊജക്റ്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? അത് ഒഡീഷയിലാണ്. ഒഡീഷയിലാണ് കേട്ടോ. അന്താരാഷ്ട്ര ബിഗ് കാറ്റ് അലയൻസിൻ്റെ 27ാമത് അംഗമായിട്ടുള്ള രാജ്യം ഏതാണ്? അന്താരാഷ്ട്ര ബിഗ് കാറ്റ് അലയൻസിൻ്റെ 27ാമത് അംഗമായിട്ടുള്ള രാജ്യം ഏതാണ്? അത് ബംഗ്ലാദേശാണ്. ഇന്ത്യയിലെ 6ാമത്തെ പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ്? ഇന്ത്യയിലെ 6ാമത്തെ പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനം ഏതാണ്? അത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡാണ്. UN അന്വേഷണ അധ്യക്ഷനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ജഡ്ജി ആരാണ്? UNൻ്റെ അന്വേഷണ കമ്മീഷൻ അധ്യക്ഷനാവുന്ന ഇന്ത്യൻ ജഡ്ജി ആരാണ്? ശ്രീനിവാസൻ മുരളീധരനാണ്. ഇന്ത്യ ഏറ്റവും ഉയർന്ന ശബ്ദത്തിൽ അലറി വിളിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും ഒച്ചയുള്ള മനുഷ്യൻ എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ നമുക്കൊരു ഡെസിബൽ ഉണ്ടല്ലേ, അതിനേക്കാൾ ഏറ്റവും ഉയർന്ന തോതിലേക്ക് നിലവിളിച്ചുകൊണ്ട് റെക്കോർഡ് നേടിയിട്ടുള്ള വ്യക്തി ആരാണ്? ജോസഫ് മെഗ്രെയിൻ വെറ്റ് അപ്പാണ്. ഓസ്ട്രേലിയ വ്യക്തി ആണ് അദ്ദേഹം. ഗീർ ഭവാനി മേള നടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഗീർ ഭവാനി മേള നടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീരിലാണ് കേട്ടോ. ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് ഗീർ ഭവാനി മേള. ഷാൻ എന്ന സംഘടന രൂപീകരിച്ചത് ഏത് ജീവിയെ സംരക്ഷിക്കാനാണ്? ഷാൻ എന്ന സംഘടന ഏത് ജീവിയെ സംരക്ഷിക്കാനായിട്ട് രൂപീകരിച്ച സംഘടനയാണ്? ഹിമപ്പുലിയാണ് അല്ലേ, സ്നോ ലിയോപ്പാർഡാണ് അല്ലേ. ഷാൻ എന്നതിൻ്റെ ഫുൾ ഫോം തന്നെ എന്താണ്? സ്നോ ലിയോപ്പാർഡ് ആൻഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് കൺസർവേഷൻ സൊസൈറ്റി എന്നാണ് അല്ലേ. എന്താണ് ഷാൻ എന്നത്? ഏത് മൃഗത്തെ സംരക്ഷിക്കാനുള്ളതാണ്? ഹിമപ്പുലി, സ്നോ ലിയോപ്പാർഡ് സംരക്ഷിക്കാനുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും നീളമുള്ള പേരുള്ള വ്യക്തി ന്യൂസിലാൻഡിലെ ലോറൻസ് വാട്കിൻസ് ആണ് കേട്ടോ. ഇതൊരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്തിട്ടതാണ്, അതൊന്നും വലിയ മൈൻഡ് ചെയ്യേണ്ട. ഇതൊരു ഗിന്നസ് റെക്കോർഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ. ഏത് ഇന്ത്യൻ നഗരമാണ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിൽ 15 സ്ഥാനം നേടിയത്? ഇന്ത്യയിലെ ഏത് നഗരമാണ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിൽ 15ാമത് സ്ഥാനം നേടിയത്? ഏത് നഗരമാണ്? ബാംഗ്ലൂരാണ് കേട്ടോ. ബാംഗ്ലൂരാണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയിട്ടുള്ള ആയിരാമത്തെ കപ്പൽ ഏതാണ്? MSC ലൂസിയാന എന്നാണ് കേട്ടോ. വിഴിഞ്ഞത്തെത്തിയിട്ടുള്ള 1000ാമത്തെ കപ്പൽ ഏതാണ്? MSC ലൂസിയാന എന്നാണ്. ആ ചോദ്യം ടെക്സ്റ്റ് ചെയ്തിട്ടില്ല, ഓർത്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമാവുകയാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.